ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു ഫ്രഷ് മീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ടു മൈ ചാനൽ, ഇറ്റ്സ് മീ അഞ്ജു ഷിജിൻ. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം അതിലേക്ക് നമ്മുടെ ഈസ്റ്ററിന്റെ മീറ്റ് മസാലയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യമായ കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യമായ ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ചു നേരം അത് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ നമുക്ക് മസാലയൊക്കെ നൈസായിട്ട് അതിലേക്ക് നമ്മുടെ മീറ്റിലേക്ക് പിടിച്ചതായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇനി അത് നേരെ ഒരു കുക്കറിലേക്കാണ് മാറ്റിയാൻ പോകുന്നത്. ഞാൻ സെറ്റ് ആവാൻ വേണ്ടി വെച്ചിരുന്നത് ഫ്രിഡ്ജിലാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് തണുപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ മീറ്റൊക്കെ. അങ്ങനെ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു, ഒന്ന് സ്പൂൺ കൊണ്ട് വെച്ച് എല്ലാത്തിനും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. നമുക്ക് ആവശ്യമായിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറും നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കണ്ടു നോക്കണേ. അതിന് ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ലിഡ് അടച്ചു വെച്ച് നമുക്ക് ഗ്യാസിലേക്ക് മാറ്റാം. ഒരു 5-6 വിസിൽ കഴിഞ്ഞോട്ടെ. അങ്ങനെ ആവശ്യമായിട്ടുള്ള വിസിലൊക്കെ വന്നു കഴിഞ്ഞിട്ടോ, അങ്ങനെ കുക്കർ അങ്ങ് മാറ്റി വെച്ച് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ബിഗ് ഓനിയനേക്കാളും ബെറ്ററാണ്, നല്ല ടേസ്റ്റുമാണ് ഈ ചെറിയ ഉള്ളി ചേർത്തുണ്ടാക്കുന്നുള്ള ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഇവിടെ പാന് നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ചേർത്ത് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതിവിടെ കറിവേപ്പിലയും ചെറിയുള്ളിയും നല്ലോണം മൂത്തിട്ട് നല്ലൊരു മണവും വന്നു, കളറും നല്ല ഗോൾഡനിഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ച സവോള അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. ആവശ്യത്തിനനുസരിച്ച് തക്കാളി ഇവിടെ കുനുകുനാന്ന് കട്ട് ചെയ്തെടുത്താണ്. നമ്മുടെ ഉള്ളി അടച്ചു വെച്ചിട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുക്കർ വന്ന് നോക്കിയപ്പോൾ ബീഫ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, നല്ല ജ്യൂസി ആയിട്ടുണ്ട്. അങ്ങനെ കുക്കറിലെ ഈ ബീഫിൻ്റെ ഈ മസാല വെള്ളം കുറച്ച് ഞാൻ ഈ തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഉള്ളി മസാലയിലേക്ക്. അങ്ങനെ ഇനി മസാലപ്പൊടികളായിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് മീറ്റ് മസാലയും ഉപ്പും ചേർത്ത് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്നും അപ്പോൾ ഒരു പച്ചമുളക് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ മീറ്റും ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അവസാന സ്റ്റെപ്പായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ ഫ്ലേവറിനായിട്ട് പെപ്പർ പൗഡറും, നമ്മുടെ കുരുമുളകിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് ചട്ടേന്നുണ്ട് 1 മിനിറ്റ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്താൽ നമ്മുടെ മീറ്റ് കറി റെഡിയാക്കി എടുക്കാം. സിമ്പിൾ സ്റ്റെപ്പല്ലേ, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഇഷ്ടമായെങ്കിൽ, ഇഷ്ടമായിട്ടില്ലെങ്കിലും എന്നെ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ മറ്റൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ലവ് യു ഓൾ.